വെൽക്കം ബാക്ക് ടു ടിപ്സ് ഗൈസ്. ഇന്ന് പവറായിട്ട് ഇന്ന് മദേഴ്സ് ഡേ ആണ്. മദേഴ്സ് ഡേ മാത്രമല്ല ഗൈസ്, അവരിന്ന് ദുബായിൽ പോയി ഗൈസ്. അവരിന്നല്ലല്ലോ ദുബായിൽ പോയത്. അവര് ദുബായിൽ പോയിട്ട് ഞങ്ങൾ അറിയാതെ അടിച്ച് പൊളിക്കുന്നു ഗൈസ്. അത് ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഭയങ്കര വിഷമമുണ്ട് ഗൈസ്. ഇല്ലേ, ആർക്ക് ഇഷ്ടപ്പെടുന്നില്ല? എനിക്ക് ഇഷ്ടപ്പെടില്ല. എന്ത് പറയാമല്ലോ, പറയാമല്ലോ. അവിടെ ഞാനും ദുബായിൽ പോയിട്ടുണ്ട്, അനുചാനും ദുബായിൽ പോയിട്ടുണ്ട്. കൂട്ടത്തിൽ ഈ ചട്ടം ബേസിലെ കൂട്ടത്തില് ഞാൻ മാത്രം തന്നെ ഇതുവരെയ്ക്ക് ദുബായിൽ പോയില്ല. ജിത്തോ ചാനും അശ്നേച്ചിയും ജോസായിട്ടും മുന്നേ പോയിട്ടുണ്ട് പണ്ട്. അന്ന് ഞാൻ പോയില്ല. ആനി പോയില്ലെങ്കിൽ എനിക്ക് നല്ല വിഷമമുണ്ട് ഗൈസ്. ഞാൻ പോവാത്തതിന് വീണ്ടും പോവാത്ത. ഇയാള് കൊള്ളാലോടാ. അവരവിടെ പാം ജുമേറയിലൊക്കെ റൂം എടുത്തിരിക്കുന്നു. അതെന്തരടാ, അത് വേറെ പോട്ടെ. ഞാൻ പിന്നെ റെഡി ആയിട്ട് വരാം. മഴയൊക്കെ പെയ്യുന്ന ഇവളിപ്പോ റെഡി ആയിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞ് തന്നെ വരും. പെട്ടെന്ന് റെഡി ആവാം. എടി മഴയാണ്, പെട്ടെന്ന് വാ കേട്ടാ. നല്ല കാര്യം തുടങ്ങുമ്പോൾ നമ്മൾ മധുരത്തിൽ നിന്ന് തുടങ്ങണം. കിറ്റ്കറ്റിന്റെ ഐസ്ക്രീം. അടുത്ത് നമ്മൾ മോസ്കിൽ പോകുന്നു. എന്ത് മോസ്ക്? അത് സർപ്രൈസ്. സ്ഥലം അറിഞ്ഞൂടെ, ആള് ഓട്ട. ഗ്രാൻഡ് മോസ്ക്. നിനക്ക് അറിയാമോ? അറിയാം, ഞാൻ പോയിട്ടുണ്ട്. നിങ്ങള് ഭാര്യ കാണിത്. വരാൻ വേണ്ടി അരമണിക്കൂർ എടുക്കാം. മസാജ് ചെയ്തല്ല അഭിചാരം ചെയ്തോ? ഞങ്ങളുടെ വീട്ടിൽ വാവ എന്ത് പറഞ്ഞാലും വാവ കേൾക്കും അല്ലേ വാവേ? താഴെപ്പടം താഴെപ്പടം. നീ ഇതുവരെ റെഡി ആയില്ലേ? റെഡി ആയത് എനിക്ക് കാജൽ മാത്രം ഇട്ടാൽ മതി. ഇതേത് കാജല്? ഇതാണ് റെനയുടെ മിഡ് നൈറ്റ് കോൾ പെൻസിൽ. ഇതിനൊരു പ്രത്യേകത ഉണ്ട്. ഇത് ഡിസൈൻ ചെയ്തിട്ടുണ്ട് ഒരു ഒറ്റ സ്വൈപ്പിൽ തന്നെ നല്ല പ്രിസൈസ് ആൻഡ് പെർഫെക്റ്റ് ആപ്ലിക്കേഷൻ തരും. അതിന് കാരണം ഇതിൽ ഹൈ പിഗ്മെന്റ് ആൻഡ് സ്മൂത്ത് ഫോർമുലയാണ്. ഇതിന്റെ കൂടെ ഒരു ഷാർപ്പനർ വരുന്നുണ്ട്. ഇത് നല്ല രീതിക്ക് ഷാർപ്പ് ചെയ്യാനും പറ്റും. മുഷി അതൊരു പെർഫെക്റ്റ് ലുക്കും കിട്ടും. കണ്ടില്ലേ, ഇത് വാട്ടർ പ്രൂഫാണ്. പിന്നെ ഇത് സ്മച്ച് പ്രൂഫും ആണ്. ഇതിന് വേറെ റീ ആപ്ലിക്കേഷൻസ് ഒന്നും വേണ്ട. ഇത് ഫെയ്ഡ് ആവത്തുമില്ല. 24 hours ലാസ്റ്റ് ചെയ്യും. ഈ പ്രോഡക്റ്റ് മേടിക്കണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ട്, എന്തായാലും മേടിക്കുക. റെനയുടെ വെബ്സൈറ്റിലോ ആപ്പിലോ കയറിയിട്ട് ഞങ്ങളുടെ കോഡായ ചട്ടംബീസ് 10 യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 10% ഓഫ് കിട്ടും. ഇതാണ് നമ്മൾ പറഞ്ഞ സ്ഥലം. പോണമെങ്കിൽ നടന്നു പോണം, അല്ലാതെ വണ്ടി ഒന്നും ഇല്ല. നടക്കാൻ പറ്റുമോ അതിനെ കൊണ്ട്? അല്ല, എന്താ പ്രത്യേകത? എന്തോ വലിയ പ്രത്യേകത എനിക്ക് അറിഞ്ഞു. ഗൈഡിനോട് ചോദിക്കാം. അങ്ങേരെ ആദ്യമായിട്ട് പറഞ്ഞു. നിങ്ങൾ ആദ്യമായിട്ടല്ലേ വരുന്നത്? ആ പിന്നെ ഉണ്ടായിരിക്കും. ഓടണോ അങ്ങ് ഒച്ചയടിക്കാൻ ഓടിയാ അങ്ങ്. അപ്പൊ വരുന്ന വഴിയിൽ ഒരു ഇന്ത്യൻ സാധനം കണ്ട്. മേൽപൂരി, മസാൽപൂരി, പാനിപൂരി. പാനിപൂരി, ബേൽപൂരി, മസാൽപൂരി. കറക്റ്റായിട്ട് പറ. നമ്മുടെ നാട്ടിലെ കടയൊന്നുമില്ല, ഇഷ്ടമുള്ള പോലെ പറ. കൊള്ളത്തില്ല. പാനിപൂരി, ബേൽപൂരി, മസാൽപൂരി. ഗൈസ് കൊള്ളത്തില്ല, എന്നാലും ലാസ്റ്റ് ഒരു പീസ് ഇഷ്ടമുണ്ട്. ഇതോളാമോ? പാനിപൂരി, ബേൽപൂരി, മസാൽപൂരി. കൊള്ളത്തില്ല എന്ന് പറഞ്ഞ ഫുള്ള് കഴിച്ചിട്ട് പോയോ? പാനിപൂരി, ബേൽപൂരി, മസാൽപൂരി. ഗൈസ് ഇവിടെ വ്ളോഗ് എടുക്കാൻ അങ്ങനെ പറ്റത്തില്ല, സംസാരിച്ച് അങ്ങനെ വ്ളോഗ് എടുക്കാൻ പറ്റത്തില്ല. ബട്ട് ഒരു സിനിമാറ്റിക് ടച്ച് ഡിജൻ കാണിച്ചു തരും. ഞാൻ ഇങ്ങനെ നടന്നു പോകട്ടെ ഇവിടെ അത്രേ ഉള്ളൂ. മദേഴ്സ് ഡേ ആയിട്ട് എല്ലാ മദേഴ്സും ഒരുങ്ങി വന്ന് നിൽക്കുന്നു. ഇന്ന് നിങ്ങളുടെ ഡേ ആണ് അമ്മ. നിങ്ങളെ ഹാപ്പി ആക്കുന്നതാണ് ഞങ്ങളുടെ ജോലി. ശല്യന്റെ പൈസ അങ്ങനെ തോന്നുന്നത്. അവരുടെ ഡേ സ്പെഷ്യൽ ആക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു കേക്ക് കട്ട് ചെയ്യാം. ഷുഗർ പേഷ്യൻസ് ഉള്ളതുകൊണ്ടാണ് मेरे मौला मौला मेरे मौला मौला मेरे मौला 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 मेरे मौला मेरे मौला
ടയർ സെറ്റ് ആക്കണം എന്ന് വെച്ചാൽ ഈ ഡെസേർട്ടിലൂടെ ഓടണമെങ്കിൽ അതിനനുസരിച്ചുള്ള ടയർ സെറ്റ് ചെയ്യണം. അതുവരെ അങ്ങേര് പറഞ്ഞ് ബ്രദർ ഗോ കേമൽ ഗോ നിങ്ങൾക്ക് തന്നെയല്ല. ആരംഭിക്കലാമോ? പേടിയല്ലേ? നീ പേടിച്ചില്ലേ? റൈഡുള്ളോ? അത്ര ശരിയായില്ലേ? ഞാൻ കാര്യം നല്ല സ്പീഡിൽ പോകുന്നു. ഇതിനേക്കാൾ സ്പീഡിൽ ഞാൻ ഓടി. കുഴപ്പമില്ലായിരുന്നു. അങ്ങനെ പറഞ്ഞ കേട്ടെന്ന് തോന്നുന്നു. തള്ള നീ ചത്ത പോകുമ്പോ. ഗൈസ് മദേഴ്സ് ഡേ അല്ലേ, അപ്പൊ ഒരു മദർ എന്ന നിലയ്ക്ക് ഇവർക്ക് ഞങ്ങളെ പറ്റി എല്ലാം അറിയായിരിക്കുമല്ലോ. അപ്പൊ നമുക്ക് ഇവരുടെ അടുത്ത് കുറച്ച് ക്വസ്റ്റ്യൻ ചോദിക്കാം. നിങ്ങൾക്ക് നിങ്ങളെ മക്കളെ പറ്റിയൊക്കെ അറിയാമല്ലോ, പക്ഷേ ഞാൻ കുറച്ച് സമയം ആലോചിച്ചിട്ട് ഗൈസ് ഞങ്ങളുടെ അമ്മമാരെന്ന നിലയ്ക്ക് ഞങ്ങളുടെ വീഡിയോസ് എപ്പോഴും നോക്കുന്നത് ഇവരാണ്. അതുകൊണ്ട് ഞങ്ങളുടെ ചാനലിൽ എത്ര സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്? 4.80. ഏ? 477. എത്ര? 477. 4.8. എനിക്ക് ഇതൊക്കെ നോക്കാൻ അറിയില്ല. ഇതൊന്നും നോക്കത്തില്ല നിങ്ങൾ. ഞാൻ വീഡിയോ മാത്രം തന്നെ നോക്കും. 4.5 ലക്ഷം. എനിക്ക് അറിഞ്ഞൂടാ, നിങ്ങൾ ഇവർക്ക് എന്ത് ട്രീറ്റ് കൊടുക്കാത്തത്? ജോഷുമ്മൻ ഹാപ്പി അല്ലേ? എന്റെ മോന് നീ ഹാപ്പി അല്ലേ? മദേഴ്സ് ഡേ വേണ്ട ഞങ്ങള് ഹാപ്പി അല്ല? ഞങ്ങളെ ഹാപ്പി ആക്കല്ലേ? അപ്പോ മുതലാളിയെ വിളിച്ചിട്ടുണ്ട്. മുതലാളി ഇപ്പൊ വരും. കറക്കി കറക്കി ഓഫാക്കി. നല്ല ഷോക്കപ്സ് ഒക്കെ ഉണ്ട്. കൊള്ളാം, വണ്ടി കൊള്ളാം. മറ്റേത് ഇങ്ങനെ ഇളകിയൊക്കെ പോയി. പക്ഷെ കയ്യിൽ കിട്ടിയ ആലോചിക്കും, നമുക്ക് വണ്ടി ഇരുന്നിട്ട് സ്ഥലം മിസ്സായി. മറ്റേ പടത്തില്ല അവന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ചേട്ടാ. അടുത്ത സ്പോട്ടിലോട്ട് പോവാ. ാകുമ്പോ ഇതൊക്കെ എല്ലാം വിളമ്പി ഞങ്ങൾക്ക് തരണം. ഡെയിലി ചെയ്യുന്ന ജോലി തന്നെയാണല്ലേ? ഇത് സർപ്രൈസ് ഉണ്ടാക്കണ്ട. ഇന്ന് ഞാനും ഇവര് 3 നേരമായിട്ട് ഇവർക്ക് നടത്തി കൊടുക്കും. നിങ്ങൾ ഫുഡ് എടുത്ത് വെച്ച് കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ എന്നോട് എടുത്ത് വെച്ചു കൊടുത്തത് എന്ത്? അവര് സ്വന്തമായിട്ട് എടുത്ത് തിന്നണ്. സ്വന്തമായിട്ടല്ല അമ്മ. ഞാൻ പറയാ എന്നെ നോക്കിയ അമ്മ. അവര് ഫുഡ് എടുത്ത് വെച്ചിരുമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എന്തിനെടുത്ത് തിന്നണ് സ്വന്തമായിട്ട്? ഞങ്ങൾ യഥാർത്ഥത്തിൽ എടുത്ത് വെച്ചു കൊടുത്ത് ഇവർക്ക് തികഞ്ഞില്ല. ഇവരെടുത്താൽ തന്നെ ഇവർക്ക് സന്തോഷം. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്യാം. ഇല്ല ആന്റി സ്വന്തമായിട്ടൊക്കെ എടുത്ത് തിന്നേണ്ട അവസ്ഥ. मेरे मौला मौला मेरे मौला मौला मेरे मौला 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 मेरे मौला मेरे मौला. ക്യാമ്പിലെത്തി. വെറുതെ സീൻ മോനെ. നൈറ്റ് ഇവിടെ പരിപാടി ഉണ്ടോ? പിന്നെ ബെല്ലി ഡാൻസ് ആണ്. അതെങ്ങനെയാണ് നീ വീട്ടിൽ പോകും? അയാൾ എന്താ പറയുന്നത്? എല്ലാത്തിനും ഓക്കെ ഓക്കെ എങ്ങനെയാ? ഓക്കെ ഓക്കെ മാത്രം പറയുന്നത്. ഒരു എഗ്രിമെന്റ് വയ്ക്കുന്നു ഇവിടെ നിൽക്കാൻ ഡിസൈഡ്. ഓക്കെ ഓക്കെ ഓക്കെ. ഇതിലെന്തോ പറയുന്നേ? കന്തൂറ കന്തൂറ. ഞാൻ ഡ്രസ്സ് ഇട്ട് തറപ്പിന്നു ഭയങ്കര. പാമ്പിനെ
കൂടുതലൊന്നും കാണിക്കാതെ എല്ലാം ഇത് സിമ്പിൾ റാ, വലിയ പേടിക്കാന്നില്ല. കയ്യിലെടുത്ത് പിന്നെ ഡബ് കേൾക്കണ അങ്ങനെ റൈഡ് പോകാൻ പോകുന്നു. കാർ റൈഡൊക്കെ ക്ഷീണം കഴിഞ്ഞ് അടുത്ത റൈഡിലോട്ട് കയറാൻ പോകുന്നു. ഞാൻ ഒറ്റയ്ക്കാ കയറാൻ, ഞാൻ ഒറ്റയ്ക്കാ എവിടെയാ ഇപ്പൊ വീണ ഒരുമിച്ച് വീഴാം. പിടിച്ചോ പോകാൻ പോണ്. ഇത് ജസ്റ്റ് ഫ്ലൈറ്റിൽ പോകുന്ന കണക്കിരിക്കുന്നു, അല്ല കമ്മ്യൂണിക്കേഷൻ നടത്തുന്നത്. കമോൺ, ഇത് നടക്കുന്നത് നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. എന്ത് കഷ്ടപ്പെട്ടാണോ ഇത് നടക്കുന്നത്. വേറെ സീനില്ല, ഇത് ഇത്രയും കറങ്ങത്തുള്ളൂ. ഒരു അവസ്ഥ ആലോചിച്ചു. എന്താ ബാക്കിൽ നിന്ന് ഇടുന്നത്? ബാക്കിൽ നിന്ന് ഇട്ടിട്ട് പോണ്ടത് വരുമ്പോഴേ ഉണങ്ങിയാണ്. ഇതാരും ട്രൈ ചെയ്യണം. സമയമായി, ഫുഡിന് സമയമായി. ബൊഫേ ഒക്കെ തുറന്നു. ഞങ്ങളെ വിളിച്ചതിന് ശേഷമാണ് ഇവിടെ നൃത്ത ചുവടുകൾ പങ്കുവയ്ക്കാൻ പോകുന്നത്. ഇവിടെ ഒന്ന് ഡാൻസ് കളിക്കും. മറ്റേ ഡാൻസറാ, ഭരതനാട്യം തോന്നുന്നു. കുച്ചിപ്പൊടിയും കാണും ചിലപ്പോ. കൊള്ളാടാ, ഫുഡ് കൊള്ളാടാ. ഞാൻ വിചാരിച്ചു കൊള്ളൂലെന്ന്. ഫുഡ് കൊള്ളാം, നല്ല സാധനം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, ബെല്ലൈക്കൺ കൂടെ